നമസ്കാരം. തെക്കോടക്കലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 3-4 ദിവസമായി നടക്കുന്ന ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ യുദ്ധം എങ്ങനെ കേരളത്തിലും എനിക്ക് തോന്നുന്നത് ബംഗാളിലും ഇതിൻ്റെ പ്രതിഫലനം അടുത്തു വരുന്ന ഇലക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഒന്ന് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ കോൺഗ്രസ് ശ്രീ സോണിയാഗാന്ധി തന്നെ ഒരു എഡിറ്റ് പേജ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു. ഇന്ത്യയുടെ ഇതുവരെയുള്ള എല്ലാ വിദേശ നയത്തിൻ്റെ എല്ലാ ഒരു തിരസ്കരിക്കലാണ് ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നു. അപ്പോൾ മാത്രമല്ല, നമ്മൾ കണ്ടു മുസ്ലിം ഷിയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രൊട്ടസ്റ്റ് ഉണ്ട്. അല്ലാതെ തന്നെ മറ്റു മുസ്ലിങ്ങളുടെ ഇടയിലും അവർ പ്രതിഷേധിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ഇതായ മുറുമുറുപ്പുകൾ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. സർ, എങ്ങനെയാണ് ഇത് സ്റ്റേറ്റ് ഇലക്ഷനുകളിൽ പ്രവർത്തിക്കാൻ പോകുന്നത് ഒരു ഇഷ്യൂ? പരസ്യമായി BJPയുടെ കേരളത്തിലെ അധ്യക്ഷൻ ഇന്നലെ ഒരു വളരെ രസകരമായ ഒരു പ്രസ്താവന നടത്തി. അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് കേരളത്തിലെ UDFനും LDFനും ഒരുപോലെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാന്റെ പക്ഷം പിടിക്കാൻ കഴിയുക എന്നാണ് BJPയുടെ നേതാവ് ചോദിക്കുന്നത്. അവിടെയാണ് രാഷ്ട്രീയം കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം ഇതാണ്: നമ്മൾക്ക് നിങ്ങളുടെ കേരള മലയാളി NRIs എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ 20 ലക്ഷം കുറഞ്ഞത് വരും. 20 ലക്ഷം ആളുകൾ, അതിൽ 1/5 സ്ത്രീകൾ, അതിൽ പകുതി നഴ്സുമാരായി ഒരുപക്ഷെ യുദ്ധമേഖലയിലെ ആശുപത്രികളിലും പണിയെടുക്കുന്ന മലയാളി സഹോദരിമാർ. ഇതൊരു യാഥാർത്ഥ്യമായി ഉണ്ട് അവിടെ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യമില്ല, രാജഭരണമാണ്, അവിടെ ഏകാധിപത്യമാണെന്നുള്ളതൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചയേ അല്ല. അത് മറക്കണ്ട. ഇറാനിലെ ഏകാധിപത്യത്തെക്കുറിച്ചും അമേരിക്കയുടെ സാമ്രാജ്യത്വത്തെക്കുറിച്ചും ട്രംപിന്റെ ഏകാധിപത്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ, പുടിന്റെ ഏകാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ആരും ദുബായ് ഷെയ്ഖിന്റെയോ സൗദി രാജകുമാരന്റെയോ ഏകാധിപത്യത്തെ പറ്റി ഇവിടെ പറയാറില്ല. കാരണം അത് അവരുടെ ജീവിതം ഇല്ലാതാക്കുമെന്ന ഭയം കൊണ്ടല്ലേ. അപ്പൊ നമ്മളുടെ രാഷ്ട്രീയം അവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ ഒരു കേരളത്തിന്റെ ഒരു വലിയ സമ്പത്തിന്റെ അടിസ്ഥാനമായ മലയാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ രാജകുടുംബത്തിന്റെ ഏകാധിപത്യത്തിലാണെന്നുള്ള വസ്തുത മറന്നുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അതിൽ തന്നെ വൻ കാപട്യമുണ്ട്. എങ്ങനെ കേരളത്തിൽ ജനാധിപത്യം, ഇന്ത്യയിൽ ജനാധിപത്യം വേണ്ടവർ എങ്ങനെ ഗൾഫ് രാജ്യത്ത് UAEയിൽ ജനാധിപത്യം വേണ്ട എന്ന് നിശബ്ദം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അതൊരു കാര്യം. 2, ഇപ്പോൾ BJP ഉന്നയിച്ചിരിക്കുന്നത് വളരെ സമർത്ഥമായ ഒരു ഇതാണ്. കേരളത്തിലെ NRIകളെ, പ്രവാസി സുഹൃത്തുക്കളെ LDFും UDFും കൈയൊഴിയുന്നുവെന്ന്. അത് വീണ്ടും സമർത്ഥമായി BJPയുടെ ജവേദ്കർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ മതവിശ്വാസികൾ എങ്ങനെ ഈ അയ്യപ്പനെ നിരസിച്ച ആളുകൾക്ക് LDFനും UDFനുമായി വോട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മോഡിയുടെ ഈ പക്ഷപാതിത്വം, അമേരിക്കൻ ടെലവീവ് പക്ഷപാതിത്വം BJPക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല അത് അവർ ഉപയോഗിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ചെറിയ ശ്രദ്ധയിൽ, താങ്കൾക്ക് എന്നെക്കാൾ ഒരു പക്ഷെ അറിയാൻ വഴിയുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു വിഭാഗം ഇസ്രായേലി അനുകൂലികളാണ്. അവരെ ഞാൻ ക്രിസ്ത്യൻ സയോണിസ്റ്റുകളെന്ന് ഞാൻ പറയില്ല. പക്ഷേ അവർ ഇറാനിൽ ഏൽക്കുന്ന ആഘാതത്തെ സന്തോഷിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യാനികൾ അതിന്റെ എല്ലാ തലത്തിലും രൂപപ്പെട്ടിട്ടുണ്ട്. അത് കാസ എന്നൊക്കെ നമ്മൾ പാലസ്തീൻ കാലത്ത് പറഞ്ഞു വന്നിരുന്നവർ, പാലസ്തീനെ ആക്രമിച്ചപ്പോൾ ആഹ്ലാദിച്ചിരുന്ന ഒരു വിഭാഗം സവർണ ക്രിസ്ത്യൻ ആളുകൾ ഇന്ന് ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്നവരായി കേരളത്തിലുണ്ട്.
ഇത് കേരളത്തിലെ ഇടതുപക്ഷവും UDF-ഉം പറയുന്നില്ല. അവർക്ക് പറയാൻ ഭയമാണ്. വീണ്ടും ക്രിസ്ത്യൻ വോട്ടുകൾ പോകുമോ എന്ന ഭയം. സത്യം പറഞ്ഞാൽ വോട്ട് പോകുമെന്നുള്ള ഭയത്തിൽ UDF-ഉം LDF-ഉം ഈ യാഥാർത്ഥ്യം കാണാതിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ നമ്മൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗം, സലഫികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതിലൊരു കൂട്ടർ പറയുകയാണ് ഈ കൊമേനിയെ ഇത്ര വലിയ ആളാക്കുന്നത് ഇസ്ലാമിനെതിരാണെന്ന്. കേരളത്തിലെ സുന്നികളിലെ ഒരു വിഭാഗം ഇപ്പോൾ ഈ ഇറാനെതിരായിട്ടുള്ള അക്രമത്തിൽ പൊതുവെ മുസ്ലിം സമൂഹത്തിലുള്ള എതിർപ്പിനെ വെള്ളം ചേർക്കുന്ന വിധത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ആരാണ്? ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖമേനി എങ്ങനെയാണ് ഇത്ര വലിയ ഒരു രക്തസാക്ഷിയാവുന്നത് എന്ന് ഒരു മുസ്ലിം വിഭാഗം കേരളത്തിൽ ചോദിക്കാൻ ധൈര്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വളരെ സൂക്ഷ്മമായി ഇത് കേരളത്തെ ബാധിക്കുന്നത്. ഒന്ന്, NRI. ഒരു കാര്യം താങ്കൾക്കറിയാമല്ലോ, ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ ഡെപ്പോസിറ്റുകളുടെ അല്ലെങ്കിൽ റെമിറ്റൻസസിന്റെ 40% വരുന്നത് കേരളത്തിലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളി പ്രവാസികളുടേതാണ്. അവരുടെ കുടുംബാംഗങ്ങൾ, 20 ലക്ഷം ആളുകളുടെ കുടുംബാംഗങ്ങളുടെ വോട്ട്, അതിൽ NRI വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ എങ്ങനെ പ്രതിഫലിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ആലോചിച്ചിട്ടുണ്ടോ? BJP-ക്ക് പ്രശ്നമില്ല. കാരണം BJP-ക്ക് നെതന്യാഹു, ട്രംപ്, മോഡി ത്രയത്തിന്റെ രാഷ്ട്രീയം ശരിയാണ്. ഇറാനെ വഞ്ചിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇറാനെ നശിപ്പിക്കലാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മളുടെ മാതൃകയാക്കുന്നത് ഇസ്രായേലാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൽ നിന്ന് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് പറയുകയാണ്, നമ്മൾക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? 1.4 ബില്യൺ ഇന്ത്യക്കാർ നമ്മളുടെ വെപ്പൺ മാനുഫാക്ചറിങ്ങിന് ഇന്ത്യ തുറന്നിട്ട് തന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഇത് കേരളത്തിലോ ഇന്ത്യയിലോ ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇന്ന് മോഡി ഗവൺമെന്റ് മുന്നേറുന്നത്. ഇതിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു സമൂഹമായി കേരളം മാറുന്നുണ്ട്, ഒരു വിഭാഗം. കാരണം താങ്കൾ ഒരു കാര്യം മറക്കണ്ട, ഒരു കാര്യം ഇന്നത്തെ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ സർ, അത് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ആ BJP-യും ചെയ്യുന്ന അതിലേക്ക് കേരളത്തെ ഇവരെല്ലാം കൂടെ വലിച്ച് ഇഴക്കുകയാണ് എന്ന് പറയേണ്ടി വരും, അല്ലേ സർ? പറയേണ്ടി വരും, തീർച്ചയായിട്ടും. താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, കഴിഞ്ഞ പ്രാദേശിക ഈ തെരഞ്ഞെടുപ്പിന്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുൻപ് CPM കുറെ സ്ഥലങ്ങളിൽ പാലസ്തീൻ അനുകൂല വലിയ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ, കോഴിക്കോടെല്ലാം. ആ തിരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ കാരണത്തിൽ ഒന്നായി പറഞ്ഞത് പാലസ്തീൻ അനുകൂല നിലപാടെടുത്തത് നമ്മുടെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായി എന്ന് CPM വിലയിരുത്തി. അത്ഭുതം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ച് നോക്കൂ, പാലസ്തീന്റെ വിമോചന സമരത്തിന് പിന്തുണ പരസ്യമായി കൊടുക്കുന്നത് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയാകുന്നുവെന്ന് അനൗദ്യോഗികമായിട്ടെങ്കിലും പാർട്ടിയിൽ ചർച്ചയുണ്ടായപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? അപ്പോൾ നമ്മൾ ഇറാന്റെ പക്ഷം പിടിക്കുമ്പോൾ ഇറാന്റെ പക്ഷം പിടിക്കാൻ എങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കോൺഗ്രസിനും ധൈര്യം വരും? മഹാത്മാഗാന്ധി മുതൽ ഇങ്ങേ അറ്റം എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും, നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അടക്കമുള്ളവർ സുശക്തമായ പിന്തുണ നൽകിയ പാലസ്തീന്റെയും നമ്മളുടെ സാംസ്കാരിക പൈതൃകം പങ്കിടുന്ന ഇറാന്റെയും ഒരു ആശുപത്രി ഇസ്രായേലുകാർ തകർത്തത് ഗാന്ധിയുടെ പേരിലുള്ള ആശുപത്രിയായിരുന്നു. അതിനെപ്പറ്റി കേരളത്തില് ആരെങ്കിലും പറഞ്ഞു? അമേരിക്കൻ ഇസ്രായേലി ബോംബുകൾ തകർത്ത ഗാന്ധി ഹോസ്പിറ്റൽ, അതിൽ ഗാന്ധിയുടെ ഒരു പ്രതിമയും തകർക്കപ്പെട്ടു. സിംബോളിക്ക. എങ്ങനെയാണ് ഇന്ത്യൻ വിദേശ നയത്തെ കുട്ടിച്ചോറാക്കിയിരിക്കുന്നത് മോഡി? യാതൊരു തരത്തിൽ അതിനെപ്പറ്റിയുള്ള ഇതുവരെ ഒരു അനുശോചന സന്ദേശം പോലും ഒരു രാജ്യത്തലവനെ കൊലപ്പിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നോ വിദേശമന്ത്രിയിൽ നിന്നോ വന്നിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ചെറിയാൻ ഓർമ്മയുണ്ടോ? അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയുടെ ആ ആർട്ടിക്കിൾ, എഡിറ്റ് പേജ് ആർട്ടിക്കിൾ വളരെ
ഇന്ന് രാഹുൽ ഗാന്ധി അത് എടുത്തിട്ടുകൊണ്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ഈ മൗനം എന്താണ്, എന്തുകൊണ്ട് ഈ മൗനത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ കേരളത്തിലെ UDF-നും LDF-നും കഴിയുമോ? അതോ അവർക്ക് ഹിന്ദു വോട്ടുകളുടെ ഭയം കൊണ്ട് വീണ്ടും ഇവരും ഈ പറയുന്ന പോലെ ടാക്ടിക്സ് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുമോ? അതാണ് NSS-നെയും SNDP-യെയും പറ്റി പറയാതിരിക്കലും അവർക്ക് പിന്തുണ കൊടുക്കലുമാണ് ഉത്തമ രാഷ്ട്രീയം, പ്രായോഗിക രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നവർക്ക് മോഡിയെ വിമർശിക്കാൻ കഴിയുമോ? ഇത്ര നഗ്നമായ വഞ്ചന, അത് രണ്ടു തരത്തില്. അമേരിക്കൻ വഞ്ചനയ്ക്ക് തുല്യമാണ് ഇന്ത്യയുടെ വഞ്ചനയും. അതായത് ഒരു ആക്രമണത്തിന്റെ തലേന്ന് ഈ ആക്രമിയുടെ സ്ഥലം സന്ദർശിച്ച് അവരിൽ നിന്നുള്ള വലിയ വലിയ ബഹുമതികൾ പരസ്യമായി ഏറ്റുവാങ്ങുക. ഇത് ആലോചിക്കാൻ കഴിയുമോ? മാത്രമല്ല ഇസ്രായേൽ ഫാദർലാൻഡും ഇന്ത്യ മദർലാൻഡും എന്ന പരിഹാസ്യമായി തീർന്ന എല്ലാവരും ചിരിക്കുന്ന ഒരു സംഗതിയും അത്ര ചിരിക്കേണ്ട കാര്യമല്ല അത്. കാരണം സയോണിസവും ഹിന്ദുത്വ ഫാസിസവും അച്ഛനും അമ്മയും തന്നെ, ഭാര്യയും ഭർത്താവും തന്നെയാണ്. അത് മനസ്സിലാക്കലാണ് രാഷ്ട്രീയം. സയോണിസവും ഹിന്ദുത്വവും ഭാര്യയും ഭർത്താവും പ്രണേതാക്കളും കവിതാക്കളും ദമ്പതിമാരുമാണ്. അതാണ് വാസ്തവത്തിൽ സത്യമാണ് ശരിക്ക് മോഡി പറഞ്ഞത്. പക്ഷെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ജനാധിപത്യ ശക്തികൾക്ക് കഴിയുന്നുണ്ടോ? അതിനെ അങ്ങനെ തുറന്നു കാട്ടാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? തുടങ്ങിയ മോറൽ ഫെയിലുവർ, ധാർമ്മികമായ പരാജയമാണ്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസും CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അല്ലാതെ വേറെ ഒരു പാർട്ടിയും, ഇന്ത്യയിലെ ഒരു പാർട്ടിയും ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞിട്ടില്ല, തീർച്ചയായിട്ടും. കാരണം ഉത്തർപ്രദേശിലെ SP പറഞ്ഞോ? ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ വോട്ടുകളുടെ കണക്ക് നോക്കുമ്പോൾ അവിടെ ഷിയകളും സുന്നികളുടെയും കണക്കെടുക്കും. ബംഗാളിൽ വേണ്ട വിധത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ മമതാ ബാനർജിക്ക്? എന്തിന് മഹാരാഷ്ട്രയിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക കക്ഷി പറയുന്നുണ്ടോ? ഇതാണ് ഞാൻ പറയുന്നത്, ഈ ഇരട്ടത്താപ്പ് ധാർമ്മികമായിട്ടുള്ള നമ്മളുടെ കാണിക്കുന്നത്. നമ്മൾ വന്നിട്ടുള്ള തകർച്ചയാണ്. കാരണം നവലിബറൽ രാഷ്ട്രീയത്തിനും ഈ ഫാസിസത്തിന്റെ വളർച്ചയും ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നൈതികത, വ്യക്തിയുടെയും പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമായി വേണ്ട നൈതികതയാണ് തകർക്കപ്പെടുന്നത്. ഇത് പ്രായോഗികതയുടെ പേരിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് നീങ്ങാനാണ് മാധ്യമങ്ങൾക്കും സാധാരണ പൗരന്മാർക്ക് പോലും താല്പര്യം എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത്. അതാണ് ഇത് ഇന്ന് ഇതിനെ ഈ ആഗോള പ്രതിഭാസത്തെ ഇന്ന് എതിർത്തില്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ അത് എത്തുമ്പോൾ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല. ചെറിയാൻ വേറൊരു കാര്യം കൂടി, നമ്മൾ ഇപ്പോഴും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഇടതുപക്ഷം ചൈന സോഷ്യലിസ്റ്റ് ആണ്, പുടിൻ ഇപ്പോഴും സാമ്രാജ്യത്വ വിരോധിയാണ് എന്ന ഒരു മിഥ്യയിൽ കേരളത്തിൽ ജീവിക്കുകയാണ്. എന്തുകൊണ്ട് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇറാനും വെനിൻസുലയും ഇത്ര വലിയ കടന്നാക്രമണത്തിന് വിധേയമായിട്ടും ഒരു ഭൗതികമായിട്ടുള്ള ഇടപെടൽ, പട്ടാളത്തെ ഒരു മിലിറ്ററി ഇടപെടലല്ല, ഒരു എന്തെങ്കിലും തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഇടപെടൽ പോലും, അല്ലെങ്കിൽ കച്ചവട ഇടപെടൽ, സാമ്പത്തിക ഇടപെടൽ എന്തുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് വീണ്ടും ബ്രിക്സിന്റെ തലവൻ, ഇത് വീണ്ടും ബ്രിക്സിന്റെ ചെയർമാനാണ് ഇന്ത്യ, അറിയാമോ? ബ്രിക്സിന്റെ അധ്യക്ഷനാണ് മോഡി. ആ മോഡിയാണ് ഒരക്ഷരം അനുശോചനം പോലും പറയാത്തത്. അതിന് ബ്രിക്സിന് പരാതിയുണ്ടോ? എങ്ങനെ ഈ ബ്രിക്സിന്റെ തലപ്പത്ത് മോഡിക്ക് ഇരിക്കാൻ കഴിയും? അപ്പൊ ഇതാണ് ഇത് ആകെ ലോകക്രമം തകർന്നു എന്ന് പറയുമ്പോൾ തകർന്നത് ഇതിന്റെ ധാർമ്മികമായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം താൽക്കാലികമായെങ്കിലും രൂപപ്പെട്ട ഒരു ധാർമ്മികത, അത് എത്ര ശരിയെന്ന് പറയുമ്പോൾ എത്രയോ ആയിക്കാലും മുതലാളിത്ത സമൂഹമാണ്, ഇതാണ് എങ്കിൽ പോലും അതിന്റെ അടിസ്ഥാനമായി വർത്തിച്ചിരുന്ന ഒരു മനുഷ്യാവകാശത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാർമ്മികതയുണ്ട്. അത് വലിച്ചു കീറപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഡി. അതന്നെ. അല്ല, പക്ഷേ ഈ ധാർമ്മികത പോകുന്നത് നമ്മൾ കണ്ടതെന്ന് അമേരിക്ക ടാരിഫ് വെച്ച് അവരുടെ ചുങ്കം വഴി വിദേശ നയം അല്ലെങ്കിൽ ബയലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ബന്ധങ്ങൾ തീരുമാനിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾക്കത് മനസ്സിലായതാണ്.
അതായത് ധാർമ്മികതയല്ല, ഡീൽസ് ആണ് ലോകത്തെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹം വളരെ ട്രംപ് ഒരു ക്യാപിറ്റലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെപ്പറ്റി യാതൊരു സംശയമില്ലാതെ അദ്ദേഹം പറയുകയും ചെയ്തു, ഐ വിൽ യൂസ് ദ ഡീൽസ്, ട്രേഡ് ഡീൽസ് ടു സ്റ്റോപ്പ് വാർ, ബ്രിങ് പീസ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ സിറ്റുവേഷൻ കൊണ്ട്, ഇറാനിലെ സിറ്റുവേഷൻ കൊണ്ട് ഒന്ന് വളരെ ക്ലിയർ ആണ്. താങ്കൾ പറഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു വേൾഡ് ഓർഡർ ധാർമ്മികതയിലും ഇന്റർനാഷണൽ ലോ, അത് പക്ഷേ ഒരു മനുഷ്യാവകാശത്തിൽ ഊന്നിയ ഒരു ലോ, ഒരു ഇന്റർനാഷണൽ ലോ ഉണ്ടായിരുന്നു. അത് തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതിൽ ഇന്ത്യക്ക് ദുഃഖിക്കാനുള്ളത്, ഇന്ത്യ ഇതുവരെ സമാധാനത്തിന്റെ ദൂതനായിരുന്ന ഗാന്ധിയുടെ ഇന്ത്യ ഇന്ന് അതിൽ നോക്കുകുത്തിയായിരിക്കുകയാണ്. അതാണ് നമ്മളെ ഒക്കെ വേദനിപ്പിക്കുന്നത്. അമേരിക്കയുടെ പ്രവർത്തനമല്ല, ഇന്ത്യയുടെ ഇന്നത്തെ സിറ്റുവേഷനാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നത്.